നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പ്രതിഷ്ഠയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം, ആ ദേവൻ്റെ ചൈതന്യത്തിനെ ആ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്ന അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറയുന്ന ആ സമയം, ആ പ്രതിഷ്ഠാ സമയത്ത് ആ ആചാര്യൻ നടത്തുന്ന സങ്കല്പം, ആ ആചാര്യൻ നടത്തുന്ന പ്രാർത്ഥന, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകാനുഗ്രഹഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന സന്നിധ്യം ച തഥാദേവ പ്രത്യഹം പരിവർദ്ധയ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അതായത് വളരെ മഹത്തായ ഒരു അർത്ഥമാണ് അതിനുള്ളത്. അലയോ ഭഗവാൻ അല്ലെങ്കിൽ അലയോ ഭഗവതി. അപ്പോൾ ഇതിപ്പോൾ ഭഗവാന്റെ വിഗ്രഹമാണ്. ഏത് വിഗ്രഹമാണെങ്കിലും പ്രതിഷ്ഠിക്കുമ്പോൾ അലയോ ഭഗവാൻ അല്ലെങ്കിൽ അലയോ ഭഗവതി, ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിക്കാനായിക്കൊണ്ട് അങ്ങിവിടെ സ്ഥിരമായിട്ട് ഇരുന്നാലും ആ ഒരു സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ശ്രേയസ്സുകളും ഉണ്ടാകട്ടെ. അതുമാത്രമല്ല, ആരാണോ ഈ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് മുൻകൈ എടുക്കുന്നത്, യജമാനൻ, അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള സമൃദ്ധി ഉണ്ടാവട്ടെ. അതുമാത്രമല്ല, ഭൂപാലം തഥാ രാഷ്ട്രം, ആ ഭൂപാലൻ അല്ലെങ്കിൽ ഭരണാധികാരി, പഴയകാലത്ത് രാജാവാണ്, ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ ഭരണം നടത്തുന്ന ഭരണവർഗ്ഗങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ശ്രേയസ്സുകളും ഉണ്ടാകട്ടെ. രാഷ്ട്രത്തിന് എല്ലാവിധത്തിലുള്ള ശ്രേയസ്സുകളും ഉണ്ടാവട്ടെ. പ്രജകൾ തമ്മിൽ വിരോധങ്ങളില്ലാതെ സുഖകരമായിട്ടിരിക്കട്ടെ. വൃദ്ധി ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാവിധത്തിലുള്ള ശ്രേയസ്സുകളും എല്ലാവർക്കും അങ്ങയുടെ പ്രതിഷ്ഠ മൂലം ഉണ്ടാകട്ടെ എന്ന വളരെ മഹത്തായ ഒരു സങ്കല്പമാണ് പ്രതിഷ്ഠാ സമയത്ത് ആചാര്യൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പത്തോടു കൂടി പ്രതിഷ്ഠിച്ച്, മാത്രമല്ല ആ സമയത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ സങ്കല്പിക്കണം തന്നെ, ഈ ലോകമുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ഈ ചൈതന്യം ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ നിലകൊള്ളണം എന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഗ്രഹം ഉടഞ്ഞു പോയാലും ക്ഷേത്രം തന്നെ പൂർണ്ണമായും നശിച്ചു പോയാലും ആ ഒരു സ്ഥലത്ത് ആ ചൈതന്യം ബാക്കിയുണ്ടാവും. അതുകൊണ്ടാണ് പണ്ടേ കാലത്ത് തകർന്നടഞ്ഞിട്ടുള്ള പല ക്ഷേത്രങ്ങളും പിന്നീട് പല കാരണങ്ങളെ കൊണ്ട് പുനരുദ്ധരിക്കുമ്പോഴും ആ സ്ഥലത്തൊരു സാന്നിധ്യം വളരെ ശക്തമായിട്ടുണ്ട് എന്ന് പറയാനുള്ളതിൻ്റെ കാരണം. അപ്പം അങ്ങനെയുള്ളൊരു മഹത്തായ സങ്കല്പമാണ് ഈ പ്രതിഷ്ഠാ സമയത്ത് ചെയ്യുന്നത്. മാത്രമല്ല, പ്രതിഷ്ഠാ സമയത്ത് ഭഗവാനോടായിട്ട് അല്ലെങ്കിൽ ഭഗവതിയോടായിട്ട് പറയുകയാണ്, സർവത്ര ഗോസി ഭഗവൻ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലയോ ഭഗവാൻ, അങ്ങ് സർവത്ര സകല സ്ഥലത്തും നിലകൊള്ളുന്നവനാണ്. അങ്ങയുടെ ചൈതന്യം ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങയുടെ ചൈതന്യമില്ലാത്ത, അങ്ങയുടെ ശക്തിയില്ലാത്ത ഒരു സ്ഥലവും ലോകത്തിലില്ല. അങ്ങ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആളാണ്. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരെ ചെറിയ ബുദ്ധിയിൽ, അല്പബുദ്ധികളായിട്ടുള്ള ഞങ്ങൾക്ക് അത്ര വിശാലമായ സങ്കല്പത്തിൽ അങ്ങയെ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളുന്ന രീതിയിൽ അങ്ങ് ഈ വിഗ്രഹത്തിൽ വന്ന് സാന്നിധ്യം ചെയ്താലും. കാരണം ഈ വിഗ്രഹത്തിലൂടെ അല്ലെങ്കിൽ എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എൻ്റേതായ സങ്കല്പത്തിൽ, എൻ്റേതായ ഒരു രീതിയിൽ അങ്ങയെ പൂജിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമായിട്ട് അങ്ങ് ഈ വിഗ്രഹത്തിൽ കുടികൊണ്ടാലും എന്നൊരു സങ്കല്പം, എന്നൊരു പ്രാർത്ഥനയും കൂടി ഈ സമയത്തുണ്ട്. അപ്പോൾ മാത്രമല്ല, അതിൽ തന്നെ ഒരു ഉദാഹരണവും പറയുന്നുണ്ട്. എങ്ങനെയാണോ ഒരു വായു, ലോകം മുഴുവൻ വായു നിറഞ്ഞിരിക്കുകയാണ്, പക്ഷേ നമ്മുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് കാറ്റ് കിട്ടുന്നതായിട്ട് ഒരു വിശറി കൊണ്ട് എങ്ങനെയാണോ വായുവിനെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത്, ഇന്നത്തെ കാലത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫാൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ കാറ്റിനെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിലെ അല്പം ഒരംശത്തിനെ എൻ്റെ ആവശ്യത്തിനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ എന്നല്ല, ഞങ്ങളുടെ സങ്കല്പത്തിലെ എൻ്റെ ആവശ്യത്തിന് ഞങ്ങളുടേതായ രീതിയിൽ അങ്ങയെ വായുവിനെ എപ്രകാരമാണോ വിശറി ഉപയോഗിച്ച് നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഫാൻ ഉപയോഗിച്ച് നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്, അതുപോലെ ഈ വിഗ്രഹത്തിലേക്ക് അങ്ങയുടെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിൽ നിന്നും അല്പം ഒരു സാന്നിധ്യത്തിനെ അങ്ങയെ ഈ വിഗ്രഹത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു എന്നാണ് സങ്കല്പം. ഇത് നമുക്ക് വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ക്ഷേത്രപ്രതിഷ്ഠാ സങ്കല്പത്തിന് അല്ലെങ്കിൽ ക്ഷേത്ര ആരാധനയിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ സങ്കല്പം മനസ്സിലാക്കാനുള്ള ഒരു ലളിതമായ ഒരു ഉദാഹരണം പറയുകയാണ്. ഈ കുപ്പിയും അല്ലെങ്കിൽ ഗ്ലാസും വെള്ളമൊന്നും കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര സാന്നിധ്യത്തിൽ നിന്നും അല്പം ഒരു സാന്നിധ്യത്തിനെ എൻ്റെ ആ ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്ന് ഈ വിഗ്രഹത്തിൽ യോജിപ്പിച്ചിട്ടാണ് പ്രതിഷ്ഠ. അതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ലോകം മുഴുവൻ വെള്ളമാണ്. ഈ ഭൂമിയുടെ 2/3 ഭാഗം വെള്ളമാണ്. ഭൂമി വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല.
വെള്ളമാണ് ജീവൻ്റെ അടിസ്ഥാനം. ജീവൻ ആദ്യം ഉണ്ടായതും വെള്ളത്തിലാണ്, ജീവൻ നിലനിൽക്കുന്നതും വെള്ളമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമി മുഴുവൻ ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ വെള്ളം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ്. എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ്. നമുക്ക് ലോകത്തിൽ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും നമുക്ക് വെള്ളം ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ കുപ്പിയിൽ നമുക്ക് വെള്ളം വാങ്ങാൻ കിട്ടും. എവിടെ പോയാലും നമുക്ക് വെള്ളം കിട്ടും. എല്ലാ സ്ഥലത്തും വെള്ളം ഒരുപോലെയാണ്. ഈ വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ വെള്ളം കടലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടൽ വെള്ളം എന്ന് പറയും. പുഴയിലാണെന്നെങ്കിൽ പുഴയിലത്തെ വെള്ളം എന്ന് പറയും. നമ്മുടെ വീട്ടിലെ കിണറിലാണെങ്കിൽ കിണറ്റിലെ വെള്ളം എന്ന് പറയും. നമ്മുടെ അടുത്തുള്ള തോട്ടിലാണെങ്കിൽ തോട്ടിലെ വെള്ളം എന്ന് പറയും. ഇതുപോലത്തെ ഒരു കുപ്പിയിലാണെങ്കിൽ കുപ്പി വെള്ളം എന്ന് പറയും. ഇതുപോലൊരു ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിലത്തെ വെള്ളം എന്ന് പറയും. ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയും. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാം വെള്ളമാണ്. കടലിലുള്ളതും വെള്ളമാണ്, പുഴയിലുള്ളതും വെള്ളമാണ്, ഗ്ലാസ്സിലുള്ളതും വെള്ളമാണ്. അപ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വെള്ളത്തിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം എടുത്തപ്പോൾ എല്ലാറ്റിനും പറയുന്ന ഒരു ഗ്ലാസ് വെള്ളം എന്നാണ് ഇതിന് പറയുക. കടലിലാണെങ്കിലും കടലിലെ വെള്ളം, പുഴയിലെ വെള്ളം, എല്ലാറ്റിലും നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് പറയുക. അത് പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൊരുൾ. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ സാന്നിധ്യത്തിൽ നിന്നും ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിരിക്കുന്നത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ സാന്നിധ്യത്തിൽ നിന്നും കുറച്ച് അംശത്തിന് അല്ലെങ്കിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ നിന്നും നമുക്ക് ആവശ്യം വെള്ളം എപ്രകാരമാണോ നമ്മളൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ടാങ്കിലോ അല്ലെങ്കിൽ ഒരു കിണറിലോ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുക്കുന്നു. അതുപോലെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര സാന്നിധ്യത്തിൽ നിന്നും അല്പം ഒരു സാന്നിധ്യത്തിനെ നമ്മൾ എടുത്ത് ആരാധിക്കുന്നു. ഇതാണ് വിഗ്രഹാരാധനയുടെ, ക്ഷേത്ര ആരാധനയുടെ പൊരുൾ. ഇത് മാത്രമല്ല, നമുക്ക് പച്ചവെള്ളം എന്നത് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മളെന്നും എല്ലാ സമയത്തും പച്ചവെള്ളമല്ല കുടിക്കുക. ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ തിളച്ച വെള്ളം എന്ന് പറയും. ആറി കഴിഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയും. ഇതിൽ കുറച്ച് ചുക്കിട്ട ചുക്ക് വെള്ളം എന്ന് പറയും. ജീരകട്ട ജീരക വെള്ളം എന്ന് പറയും. അതുപോലെ തന്നെ അപ്പോൾ വെള്ളത്തിൽ എന്ത് ചേർക്കുന്നു അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ സ്വഭാവം മാറും, വെള്ളത്തിൻ്റെ പേര് മാറും, വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറും, വെള്ളത്തിൻ്റെ രുചിയും മണവും നിറമൊക്കെ മാറും. അപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിട്ട് എല്ലാ സമയത്തും പച്ചവെള്ളമല്ല ഇഷ്ടം. ആ പച്ചവെള്ളത്തിൽ എന്തെങ്കിലും ചേർത്ത് കഴിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടം. ആ പച്ചവെള്ളത്തിൽ നമ്മൾ ചായപ്പൊടി ഇട്ടാൽ, ആ പച്ചവെള്ളം തിളപ്പിച്ചിട്ട് അതിൽ നമ്മൾ ചായപ്പൊടി ഇട്ടാൽ ചായ എന്ന് പറയും, കട്ടൻ ചായ എന്ന് പറയും. ഇതിൽ കുറച്ച് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചായ എന്ന് പറയും. കാപ്പിപ്പൊടിയാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് കാപ്പിപ്പൊടി ഇട്ടാൽ അതിന് കട്ടൻ കാപ്പി എന്ന് പറയും. അതിൽ കുറച്ച് പാൽ ഒഴിച്ചാൽ കാപ്പി എന്ന് പറയും. ഇതിൽ ഈ വെള്ളത്തിൽ നമ്മൾ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ ഒഴിച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് സ്ക്വാഷ് എന്ന് പറയും. അത് ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിൻ്റെ സ്ക്വാഷ് എന്ന് പറയും. പൈനാപ്പിളിന് പൈനാപ്പിൾ സ്ക്വാഷ് എന്ന് പറയും. ഇനി നമ്മൾ ബൂസ്റ്റ് ആണെങ്കിൽ ബൂസ്റ്റ് എന്ന് പറയും. മദ്യമാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ മദ്യം എന്ന് പറയും. വിഷമാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ വിഷം എന്ന് പറയും. അപ്പോൾ വെള്ളത്തിൽ എന്താണോ ചേർക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ സ്വഭാവം മാറും, വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറും, വെള്ളത്തിൻ്റെ രുചി മാറും, വെള്ളത്തിൻ്റെ സ്വാദ് മാറും. അടിസ്ഥാനപരമായിട്ട് ചായയിലും കാപ്പിയിലും പാലിലും അതുപോലെ തന്നെ മോരും വെള്ളത്തിലും ഈ ഓറഞ്ച് സ്ക്വാഷിലും ആപ്പിൾ സ്ക്വാഷിലും എല്ലാറ്റിലും അടിസ്ഥാനപരമായിട്ട് വെള്ളമാണ്. എന്താണോ നമ്മളതിൽ ചേർക്കുന്നത് അതിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ സ്വഭാവം മാറും. പൊതുവേ എല്ലാ മനുഷ്യർക്കും പച്ചവെള്ളത്തിനേക്കാൾ, അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കുന്നുണ്ട് എല്ലാവരും, ധാരാളമായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും പച്ചവെള്ളം കുടിക്കാനല്ല ഇഷ്ടം, അതിലെന്തെങ്കിലും ചേർത്ത് അതിൻ്റെ സ്വാദൊക്കെ ഒന്ന് മാറ്റി കഴിക്കാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ സാന്നിധ്യത്തിൽ നിന്നും അല്പം സാന്നിധ്യത്തിനെ നമ്മൾ ആവാഹിച്ച് നമുക്കിഷ്ടമുള്ളത് അതിൽ ചേർക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ഭാവത്തിൽ നമുക്ക് കൃഷ്ണനായിട്ടാണ് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൃഷ്ണനായിട്ട് പ്രതിഷ്ഠിക്കാം. അല്ല നമുക്ക് രാമനായിട്ടാണെന്നുണ്ടെങ്കിൽ രാമനായിട്ട് പ്രതിഷ്ഠിക്കാം. അല്ല ഗണപതി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഗണപതിയായിട്ട് സങ്കല്പിച്ച് പ്രതിഷ്ഠിക്കാം. അതല്ല സരസ്വതി ആയിട്ടാണെങ്കിൽ സരസ്വതിയായിട്ട് പ്രതിഷ്ഠിച്ച് സങ്കല്പിക്കാം. എല്ലാം ഒരേ ബ്രഹ്മത്തിൻ്റെ, ഒരേ ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. വെള്ളം എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. എപ്രകാരമാണോ വെള്ളത്തിൽ നമ്മൾ എന്തെങ്കിലും ചേർത്ത് അതിൻ്റെ സ്വഭാവം മാറ്റി നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത്, എന്താണോ നമുക്ക് കഴിക്കാൻ ഇഷ്ടം അതാണ് വെള്ളത്തിൽ ചേർക്കുന്നത്. അപ്പോഴാണ് ആ പേരിൽ വെള്ളം അറിയപ്പെടുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര സാന്നിധ്യത്തിൽ നിന്നും അല്പം സാന്നിധ്യത്തിനെ ആവാഹിച്ച് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് അതിനൊരു രൂപം കൊടുത്ത്, ഒരു ഭാവം കൊടുത്ത്, ഒരു വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കുക. അതാണ് ക്ഷേത്ര ആരാധനയുടെ അല്ലെങ്കിൽ വിഗ്രഹ ആരാധനയുടെ, വിഗ്രഹപ്രതിഷ്ഠയുടെ സങ്കല്പം. അത് പല ഭാവത്തിലും ആവാം. ഇപ്പോൾ നമ്മൾ കാപ്പി തന്നെ സ്ട്രോങ് കാപ്പി കുടിക്കാം, ലൈറ്റ് കാപ്പി കുടിക്കാം, മധുരമുള്ളത് കുടിക്കാം, മധുരമില്ലാത്ത കുടിക്കാം. അതേപോലെ തന്നെ ഈ നമ്മൾ ഭഗവാനെ പ്രതിഷ്ഠിക്കുമ്പോൾ ബാലരൂപത്തിൽ ചെറിയ ഉണ്ണിക്കണ്ണനായിട്ട് പ്രതിഷ്ഠിക്കാം. അതുപോലെ തന്നെ വേണുഗോപാലനായിട്ട് പ്രതിഷ്ഠിക്കാം, കാളിയമർദ്ദന രൂപത്തിലുള്ള ആളായിട്ട് പ്രതിഷ്ഠിക്കാം, അല്ലെങ്കിൽ രുക്മിണിയുടെ ഭർത്താവായിട്ട് പ്രതിഷ്ഠിക്കാം, ശ്രീരാമനെ വളരെ ബാലരൂപത്തിലുള്ള ബാലരാമനായിട്ട് പ്രതിഷ്ഠിക്കാം, സീതയെ വിവാഹം കഴിച്ച സമയത്തുള്ള രാമനായിട്ട് പ്രതിഷ്ഠിക്കാം, അയോധ്യ ചക്രവർത്തിയായിട്ട് പ്രതിഷ്ഠിക്കാം, ഗണപതിയെ പ്രതിഷ്ഠിക്കുമ്പോൾ ബാലഗണപതിയായിട്ട് പ്രതിഷ്ഠിക്കാം,
ഉണ്ണിഗണപതിയായിട്ട് പ്രതിഷ്ഠിക്കാം, വീരഗണപതിയായിട്ട് പ്രതിഷ്ഠിക്കാം, പല സങ്കല്പത്തിലും. അപ്പോൾ ഏത് സങ്കല്പത്തിലും നമുക്ക് ആ പ്രതിഷ്ഠ നടത്താം. ഓരോ ക്ഷേത്രത്തിലും ഓരോ സങ്കല്പത്തിൽ ഓരോ ഭാവത്തിലാണ് പ്രതിഷ്ഠിക്കുക എന്ന് മാത്രം. അപ്പോൾ ഈ വിഗ്രഹാരാധനയുടെ അല്ലെങ്കിൽ വിഗ്രഹപ്രതിഷ്ഠയുടെ ഒരു ഏകദേശം ഒരു തത്വം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞത്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.